Hi, welcome to the NES classes. In the 2018 question paper problem ആണ് ചെയ്യാൻ പോകുന്നത്. അന്ന് ആ question paper essay type ഉണ്ടായിരുന്നില്ല. പകരം 4 marksന്റെയും 3 marksന്റെയും 2 questions ആണ് ഉണ്ടായിരുന്നത്. നമുക്ക് നോക്കാം അതെങ്ങനെ ചെയ്യാന്നുള്ളത്. സിമ്പിൾ എന്താ പറയാ സിമ്പിൾ പ്രോബ്ലം ആണ്. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് അനു ആൻഡ് ബീന ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് 3:2. അനുവും ബീനയും 3:2 റേഷ്യോ ഷെയർ ചെയ്യുന്നത്. ദേ അഡ്മിറ്റഡ് ബിന്ദു ഇൻ ടു ദ ആസ് എ ന്യൂ പാർട്ട്ണർ ആയിട്ട് ചെയ്തു. അനുവിന്റെ കയ്യിൽ നിന്ന് 1/3 ഓഫ് ഹെർ ഷെയർ ആൻഡ് ബീന 1/4 ഓഫ് ഹെർ ഷെയർ ആണ് ബിന്ദുവിന് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് സമയം കളയാണ്ട് വേഗം ചെയ്യാൻ നോക്കാം. അനുവിന്റെ കയ്യിൽ നിന്ന് 1/3 ഓഫ് ഹെർ ഷെയർ. ഓക്കെ, അപ്പൊ 1/3 ഓഫ് ഹെർ ഷെയർ. അപ്പൊ 1/3 മൾട്ടിപ്ലൈഡ് ബൈ 3/5. ഫ്രാക്ഷൻസ് തമ്മിൽ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? ഡിനോമിനേറ്റർ സെയിം ആവേണ്ട ആവശ്യമില്ല. വി ക്യാൻ സിംപ്ലി മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ വിത്ത് ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ വിത്ത് ഡിനോമിനേറ്ററും. അപ്പൊ 1 മൾട്ടിപ്ലൈഡ് ബൈ 3/15 ടു ആർക്ക് കൊടുക്കുന്നു? ബിന്ദുവിന് കൊടുക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ബീന എത്രയാണ് കൊടുക്കുന്നത്? 1/4 ഓഫ് ഹെർ ഷെയർ. അവളുടെ ഷെയറിന്റെ 1/4. അപ്പൊ 1/4 മൾട്ടിപ്ലൈഡ് ബൈ 2/5 ഈക്വൽ ടു 2/. ഇത് 1 ടൈം, ഇവിടെ 2 ടൈം. അപ്പൊ നമുക്ക് 1/10 ടു ബിന്ദു. ഓക്കെ, അപ്പൊ അനു 3/15 കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബീനയാണെന്നുണ്ടെങ്കിൽ 1/10 കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കാലോ. അനുവിന്റെ ഓൾറെഡി ഉണ്ടായിരുന്നത് 3/5 ആണ്. അതിൽ നിന്ന് -3/15 കൊടുക്കുന്നു അല്ലെ. ഡിനോമിനേറ്റേഴ്സ് സെയിം ആയ മാത്രമാണ് ഫ്രാക്ഷൻസ് തമ്മിൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 15 ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ മൾട്ടിപ്ലൈഡ് ബൈ 3 ചെയ്താൽ മതി 15 ആവാനായിട്ട്. ഡിനോമിനേറ്ററിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്ററിനെയും 3 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 9 - 3/15 ഈക്വൽ ടു 6/15 ആണ് നമ്മുടെ അനുവിന്റെ ന്യൂ റേഷ്യോ. ഇനി അടുത്തത് ബീനേരെ നോക്കാം. ബീനേരെ ഓൾറെഡി ഉണ്ടായിരുന്നത് 2/5 ആണ്. അവള് കൊടുക്കുന്നത് 1/10 ആണ് അല്ലെ. അഗെയിൻ ഡിനോമിനേറ്റർ സെയിം ആവണം. ഇവിടെ 10 ആണ്, ഇവിടെ 5 ആണ്. അപ്പൊ മൾട്ടിപ്ലൈഡ് ബൈ 2 ചെയ്താൽ മതി ഡിനോമിനേറ്റർ സെയിം ആവാനായിട്ട്. 4 - 1/10 ഈക്വൽ ടു 3/10. അപ്പൊ ബീന 3/10 ആണ് ബീനയുടെ വരുന്നത്. ഇനി നമ്മുടെ ആരാണ്? ബിന്ദുവിന്റെ വരുന്നത് 3/15 നമ്മുടെ അനുവിന്റെ കിട്ടും. അതുപോലെ തന്നെ 1/10 നമ്മുടെ ബീനാരയിൽ കിട്ടും അല്ലെ. ഇവിടെ എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക? ഇത് നോക്കൂ, 15ഉം അതുപോലെ തന്നെ 5 അല്ലെ. 3/15 നമുക്കൊന്നുകൂടി വേണ്ട, 3/15 പ്ലസ് 1/10. ഓക്കെ, അപ്പൊ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയാലാണ് നമുക്ക് ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യാനും പറ്റുള്ളൂ മൾട്ടിപ്ലൈ ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഡിനോമിനേറ്റർ എങ്ങനെ സെയിം ആക്കാൻ നോക്കാം. 10നെ നമുക്ക് 15 ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. 10 1s are 10, 10 2s are 20. 15 ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? 30 ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? 3 മൾട്ടിപ്ലൈഡ് ബൈ 2/15 മൾട്ടിപ്ലൈഡ് ബൈ 2 പ്ലസ് 1 മൾട്ടിപ്ലൈഡ് ബൈ, ഇവിടെ 10 അല്ലേ, 10 × 3 അല്ലേ 30 വരുന്നത്. അപ്പൊ ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മനസ്സിലായല്ലോ? 15നെ 30 ആക്കാനായിട്ട് മൾട്ടിപ്ലൈഡ് ബൈ 2 ചെയ്യണം. 10നെ 30 ആക്കാനായിട്ട് മൾട്ടിപ്ലൈഡ് ബൈ 3 ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 6 + 3. 3 2s are 6, 1 3s are 3/30 ഈക്വൽ ടു എത്ര കിട്ടി? 9/30 കിട്ടി. ഓക്കെ, അപ്പൊ അവരുടെ റേഷ്യോ നോക്കിയ 6/15, 3/10, 9/30. അങ്ങനെയാണ് റേഷ്യോ എടുക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ, ഇവരെ എല്ലാതും സെയിം ഡിനോമിനേറ്റർ ആക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ പ്രോബ്ലം ശരിയാവുള്ളൂ. അപ്പോ ഇവിടെ ഇതിനെ 30 ആക്കാനായിട്ട് അനുവിന്റെ 6/15 കിട്ടി. അതുപോലെ ബീനേരെ കിട്ടിയത് 3/10, ബിന്ദുവിന്റെ കിട്ടിയത്
9/30. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 30 ആക്കാനായിട്ട് ഇവിടെ മൾട്ടിപ്ലൈഡ് ബൈ 2 ചെയ്താൽ മതി. ഇവിടെ എന്ത് ചെയ്യണം? 3 മൾട്ടിപ്ലൈ ചെയ്യാം. 3 വേണ്ടു 30 ആക്കാനായിട്ട്. അപ്പൊ 18/30 വന്നു, 9/30 വന്നു. ഇവിടെ ഓൾറെഡി 9/30 കിട്ടിയല്ലോ. അവരുടെ ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എത്രയാണ്? 18. അത് കറക്റ്റ് ആണോ നോക്കാനായിട്ട് 18 + 9 എത്രയാണ്? 21. 21 + 9 30. അപ്പൊ കറക്റ്റ് ആണ് നമ്മുടെ ഇത് റേഷ്യോ വന്നിരിക്കുന്നത്. 18:9:9. ഇതിനെ നമുക്ക് ഒന്നും കൂടി ഇത് ചെയ്യാലോ, ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഇതിൽ 3ലും കൂടി ഡിവിസിബിൾ ആണ്, 9 ഡിവിസിബിൾ ആണ്. അപ്പോൾ 9 18 2 ടൈംസ്, 9 9 1 ടൈം, ഇതിൽ 1. ഇത് 2:1:1 എഴുതേണ്ട ആവശ്യമില്ല. 18:9:9 എഴുതിയാലും ആൻസർ കറക്റ്റ് ആണ്. ഒന്നുകൂടി സിംപ്ലിഫൈ ആയിട്ട് എഴുതിയെന്ന് മാത്രം. ഓക്കെ, ഇത് സിമ്പിൾ അല്ല. ഇത് 1/3 ഓഫ് ഹെർ ഷെയർ എന്ന് പറഞ്ഞ കാലം കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. അതല്ല 1/3 ഫ്രം ഹെർ ഷെയർ എന്നാന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ നിന്ന് മൈനസ് ചെയ്യും, ഡയറക്ട്ലി മൈനസ് ചെയ്യും. ഇതിപ്പോ നമ്മൾ ഓഫ് ഹെർ ഷെയർ എന്ന് പറഞ്ഞാലാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഫ്രം അല്ലെങ്കിൽ 2/3 ഫ്രം ഹെർ ഷെയർ എന്ന് പറയാം, അല്ലെങ്കിൽ 1/6 ഫ്രം ഹെർ ഷെയർ എന്നാണെങ്കിൽ ഡയറക്റ്റ്ലി നമ്മൾ അത് മൈനസ് ചെയ്യും കേട്ടാ. ഓഫും ഫ്രമും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അതിൽ നിന്ന് അത്രയും എടുത്തു എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് മൈനസ് ചെയ്താൽ മതി. ഓഫ് ഹെർ ഷെയർ എന്ന് പറയുമ്പോൾ എത്രയാണ് എടുത്തതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം, എന്നിട്ട് വേണം അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് നോക്കാം. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഒന്നും കാണാനായിട്ട് അത്ര വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ വേറൊരു കാര്യം, ഫ്രാക്ഷൻസ് സബ്ട്രാക്ട് ചെയ്യുന്നു മൾട്ടിപ്ലൈ ചെയ്യുന്നു നമ്മൾ അറിയണം. ഫ്രാക്ഷൻസ് തമ്മിൽ അഡീഷനോ സബ്ട്രാക്ഷനോ ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിരിക്കണം, അത് നിർബന്ധമാണ്. പക്ഷെ ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈഡ് ബൈ ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈഡ് ബൈ ഡിനോമിനേറ്ററും കേട്ടോ. അതൊന്നും അറിയണം, ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷെ വലിയ ക്ലാസ് ആയാലും ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Afnas and Sakriya are partners in a firm sharing profit and losses in the ratio of 3:2. Ugas is admitted as a new partner, 1/4 sharing new profit. He should bring 50,000 as capital and his share of goodwill in cash. Firm's goodwill is valued at 80,000 at the time of admission. Give necessary journal entries on the assumption that 50% of the premium is withdrawn. അപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗിവ് journal entries ഒന്ന് പാസ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ള, വേറെ ഒന്നുമില്ല. ഇനി അപ്പോൾ ഇതിലിപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഉഗാസിനെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അയാൾ ക്യാപിറ്റൽ കൊണ്ടുവന്ന് 50,000 ഗുഡ്വില്ലും ബ്രിങ് ചെയ്തിട്ടുണ്ട്. ഫേമിന്റെ ഗുഡ്വില്ല് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 80,000 ആണ് ഫേമിന്റെ ഗുഡ്വില്ല് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് 50% ഓഫ് ദ പ്രീമിയം ഈസ് വിഡ്രോൺ ബൈ ദ ന്യൂ പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എത്രയാണ് അയാൾ ക്യാപിറ്റൽ കൊടുത്തതെന്നൊന്ന് നോക്കാം. ക്യാപിറ്റൽ കൊടുക്കുന്നത് ശരിക്കും 15,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗുഡ്വിൽ എത്രയാണ് ബ്രിങ് ചെയ്തത് എന്നുള്ളതാണ് ഇനി കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ്? ഗുഡ്വില് ക്യാഷ് ആയിട്ട് ബ്രിങ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പറഞ്ഞിരിക്കുന്നത് ഫേമിന്റെ ഗുഡ്വിൽ 80,000, ടോട്ടൽ ഗുഡ്വില്ലാണ് 80,000. അതില് അയാളുടെ പോർഷൻ എത്രയാണ്? 1/4. ഓക്കെ, 4 2 ടൈംസ് അപ്പൊ എത്രയാണ്? 20,000. 1 2 3 4 1 2 3 4. അപ്പൊ 20,000 ആണ് നമ്മുടെ ഉഗാസിന്റെ ഗുഡ്വില്. ഉഗാസ് കൊണ്ടുവരേണ്ട ഗുഡ്വില്, ഫേമിന്റെ ഗുഡ്വില്ലാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് ഉഗാസിന്റെ ഗുഡ്വില് നമ്മൾ കണ്ടുപിടിക്കണം. ഇത്രയുള്ളൂ ഇതിലെ ട്വിസ്റ്റ്. പിന്നെ അവര് വിഡ്രോ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഗുഡ്വില്. അപ്പൊ നമുക്ക് എന്താണ് എൻട്രി വരാൻ? ആദ്യത്തെ എൻട്രി വരുന്നത് എന്താണ്? അദ്ദേഹം ക്യാപിറ്റൽ കൊണ്ടുവന്നു അല്ലെ? അദ്ദേഹം ക്യാപിറ്റൽ കൊണ്ടുവന്ന എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ഉഗാസ് ക്യാപിറ്റൽ. നരേഷൻ എഴുതണം. ഞാനിവിടെ നരേഷൻ ഒന്നും എഴുതണില്ല. ക്യാപിറ്റൽ ഗോട്ട് അങ്ങനെ എന്തെങ്കിലും എഴുതാം. അപ്പൊ 15,000 ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവന്നു. 15 അല്ല 50,000. 50,000 ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവന്നു.
പിന്നെ ഗുഡ് വിൽ ആയിട്ട് കൊണ്ടുവന്നു. എങ്ങനെയാണ് ഗുഡ് വിൽ ആയിട്ട് കൊണ്ടുവരുന്നത് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ടു പ്രീമിയം. ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ പ്രീമിയോ ഗുഡ് വില്ലോ എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം. അപ്പൊ എത്രയാണ് 20,000 എഴുതി നമ്മള്. ഇനി എന്താണ് അടുത്ത എൻട്രി വരാം? പ്രീമിയം അക്കൗണ്ട് ടു അല്ലെങ്കിൽ ഗുഡ് വിൽ അക്കൗണ്ട് ടു. പ്രീമിയം അല്ലെങ്കിൽ ഗുഡ് വിൽ അക്കൗണ്ട് ടു ഓൾഡ് പാർട്ട്നേഴ്സ്. ഓൾഡ് പാർട്ട്നർ എന്ന് പറയുന്നത് ആരാണ്? അഫ്നാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു സക്കറിയാസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അപ്പൊ അത് എത്രയാണ്? 20,000 ആണ്. ഇനി അവർക്ക് ശരിക്കും ഏത് റേഷ്യോയിലാണ് നമ്മളത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക? സാക്രിഫൈസിങ് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുക. സാക്രിഫൈസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ SON മാത്രം ആലോചിച്ചാൽ മതി. സാക്രിഫൈസ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഇവിടെ ന്യൂ റേഷ്യോ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഓൾഡ് റേഷ്യോ തന്നെയാണ് സാക്രിഫൈസ് റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചാലും അത്ര തന്നെയാണ് കിട്ടുക. അപ്പോൾ ഓൾഡ് റേഷ്യോ സാക്രിഫൈസ് റേഷ്യോ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ 20,000 multiplied by 3/5. 4 multiplied by 12,000 അതുപോലെ തന്നെ 8,000 ആണ് ഇത് വരാം. ഇനി അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഹാഫ് ഓഫ് ദ പ്രീമിയം വിഡ്രോൺ ബൈ ദി ഓൾഡ് പാർട്ട്നേഴ്സ്. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സ് അഫ്നാസ് ക്യാപിറ്റൽ അക്കൗണ്ട് സക്കറിയാസ് ക്യാപിറ്റൽ അക്കൗണ്ട് അവർ വിഡ്രോ ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഫേമിൽ നിന്ന് ക്യാഷ് പോയിരിക്കുകയാണ്. ഹാഫ് ആണ് വിഡ്രോ ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ 12,000 ഹാഫ് എന്ന് പറഞ്ഞാൽ 6,000. അതുപോലെ സക്രിയയുടെ 8,000 ഹാഫ് എന്ന് പറഞ്ഞാൽ 4,000. ടോട്ടലായിട്ട് ക്യാഷ് വിഡ്രോ ചെയ്തത് 10,000. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിന്റെ ജനറേഷൻ. നരേഷൻ എഴുതാൻ മാർക്ക് എഴുത്, അതിന് മാർക്ക് ഉണ്ട്. അത് എഴുതിയില്ലെങ്കിൽ മാർക്ക് അതുപോലെ അവർ കുറയ്ക്കുകയും ചെയ്യും. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ ഇന്നത്തെ ക്ലാസ് കഴിയായി. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.